ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഡാർക്ക് സർക്കിൾസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് എങ്ങനെ വീട്ടിൽ തന്നെ ഇല്ലാതാക്കാൻ നോക്കാം, അതിനെ പറ്റിയ 1, 2, 3 ഹോം റെമഡീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് റെമഡി എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ 3 ഹോം റെമഡീസ് ആണ് നോക്കുന്നത്. അതിൽ ഈ 3 എണ്ണത്തിലും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇതാ ഈ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കിഴങ്ങാണ്. അപ്പോൾ നമുക്ക് ഈ തൊലിയൊക്കെ ഇന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചാറ് നല്ല രീതിക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കിഴങ്ങാണ് എടുത്തത്. അപ്പോൾ അത് പിഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇത്രയും ചാറാണ്. ഇപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കിട്ടുമായിരിക്കും കേട്ടോ. എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഫ്രഷ് ആയിട്ട് ഇത്രയും ചാറ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു സാധനം കൂടി വേണം കേട്ടോ. ആലോവേര ജെല്ലാണ്. ഇപ്പൊ നിങ്ങൾ ബോട്ടിലായിട്ടൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പക്ഷെ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ തണ്ടാണ് പറിച്ചോണ്ട് വന്നേക്കുന്നത്. വലിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ എലി കഴിച്ചിട്ട് പോയി. എനിക്ക് ഈ സാധനം കാണത്തില്ല. എൻ്റെ വീട്ടിലെ ഞാൻ ടെറസിന്റെ മുകളിൽ വരെ കൊണ്ടുവച്ച് നോക്കി, ഒരു രക്ഷയില്ല. എനിക്ക് ഇത് എവിടെ നിന്നാലും ഇവർ മണത്ത് അത് കണ്ടുപിടിച്ച് കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പൊ പുതിയതായിട്ട് ഞാനൊരു കുഞ്ഞിത് വാങ്ങിക്കൊണ്ട് വെച്ചതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാറിയാലോ. അപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതിപ്പം വെട്ടിയിട്ട്, അതായത് ഇതിന്റെ ഒരു തണ്ട് വെട്ടിയിട്ട് എവിടെയെങ്കിലും ചാരി വെക്കേണ്ട ഒരു മഞ്ഞ കറയുണ്ട്, അത് പോകണം. അതില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവും കേട്ടോ, സ്കിന്നിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ മുള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെട്ടി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലും മതി. നല്ല പച്ചവെള്ളത്തിൽ നല്ല രീതിയിൽ 2-3 വെള്ളം മാറി മാറി കഴുകിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെമഡി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ കിഴങ്ങിൻ്റെ ആ ഒരു നീരാണ്. അപ്പോൾ അതാ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് എടുക്കാവേ. അത് ഞാൻ ആലോവേര ജെല്ലുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എടുത്ത ആലോവേര ജെല്ലുമായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു എഫക്റ്റാണ് ഇത് കണ്ണിന് കിട്ടുന്നത് കേട്ടോ. കാരണം ഇത് നല്ലൊരു തണുപ്പാണ്. ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു കണ്ണിന് നല്ലൊരു തണുപ്പ് കിട്ടാനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴത്തേക്ക് ഒന്ന് തേച്ച് കൊടുക്കാവേ. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 2 തവണ വെച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്കിങ്ങനെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഓവറായിട്ടുള്ള, നമ്മളിപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്, ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് വന്ന് കാണുന്നത്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പാണ് നമുക്ക് കണ്ണിന് കിട്ടുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 to 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഉണങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഫോൺ യൂസേജ് തന്നെയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ കൂടുതലായിട്ട് ഫോണിൻ്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഉറക്കമില്ലായ്മയാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പല സമയത്താണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളൊരു 11 മണിക്ക് കിടക്കുക, പിറ്റേസ് രാവിലെ 6 മണിക്ക് എണീക്കുകയാണ്. പിറ്റത്തെ ദിവസം അയാളാണെങ്കിൽ രാത്രി 1 മണിക്ക് എഴുന്നിട്ട് 8 മണിക്ക് എണീറ്റു. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പേ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് റെമഡി നോക്കാം. എൻ്റെ ഫേസൊക്കെ ഞാൻ കഴുകിയിട്ട് വന്നതാണേ. സെക്കൻഡ് റെമഡി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കിഴങ്ങിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അണ്ടർ ആം ഡാർക്ക്നെസ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഈ മഞ്ഞളിലെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞ് വിറപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ കൊണ്ടുപോയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഇതും ആഴ്ചയിൽ 2 തവണ വെച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉണങ്ങും. എത്ര നേരമൊക്കെ വെച്ചോണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് വരുന്നവരാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പാക്ക് നമുക്ക് നല്ല രീതിക്ക് നല്ല കട്ടിക്ക് തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഡാർക്ക് സർക്കിൾസ് വരുമ്പോഴത്തേക്ക് ഈ കുക്കുംബറൊക്കെ കണ്ണി വെക്കാമെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഈ കുക്കുംബറിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്, പിന്നെ വിറ്റാമിൻ സി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ പാടില്ല. എന്തോ ലേസർ സർജറിയോ പിന്നെ മെഡിക്കൽ ടാറ്റൂസ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നാച്ചുറൽ റെമഡീസ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞ് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നമുക്ക് 3ാമത്തെ റെമഡി നോക്കാം.
മൂന്നാമത്തെ റെമഡി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടിയിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് കിഴങ്ങിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം അങ്ങോട്ട് ലൂസ് ആകല്ല, അങ്ങനെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒഴുകി നടക്കും കേട്ടോ. അത് വേണ്ട, നമുക്ക് അത്യാവശ്യം ഒന്നൊരു പേസ്റ്റ് പോലെ അത്യാവശ്യം ഇച്ചിരി കട്ടിക്കൊക്കെ ഇരുന്നോട്ടെ, അതാണ് നല്ലത്. എനിക്ക് ഫേവറേറ്റ് പാക്കും ഇതാണ്. പേഴ്സണലി പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പാക്ക് ഇതാണ്. കാരണം നല്ല രസമാണ്, നല്ലൊരു മണമാണ്. ഇങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മെയിനായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഒന്നാമത്തെ റെമഡിയും പിന്നെ ഇപ്പൊ പറയുന്ന ഈ ഒരു മൂന്നാമത്തെ റെമഡിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഡാർക്ക് സർക്കിൾസ് വരുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ പേഴ്സണലി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു കോസ്റ്റ്ലി ആവും. അപ്പോൾ അതിലും നല്ലത് ഇതുപോലത്തെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഒരു ശരീരത്തിൻ്റെ കേടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ റെമഡി കൂടി നമ്മുടെ കണ്ണിൻ്റെ താഴെ നിന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാട്ടോ. എനിക്കിതിൻ്റെ സ്മെല്ല് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ എടുത്താലും ഇതുപോലെ മണക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു 5 മിനിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. ആഴ്ചയിൽ 2 തവണ 5 മിനിറ്റ് വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ പമ്പ കിടക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു മെത്തേഡാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പം എന്നെ കണ്ടൊരു കള്ളിയുടെ ലുക്കില്ലേ, എനിക്ക് എന്നെ കാണുമ്പോൾ ചിരി വരും കേട്ടോ. പിന്നെ ഈ ഗേൾസിൻ്റെ കാര്യമാണെങ്കിൽ അവരിങ്ങനെ കണ്ണെഴുതിയിട്ട് രാത്രിക്ക് അത് റിമൂവ് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ചിലർക്കൊക്കെ ഇങ്ങനെ ജെനറ്റിക്സ്, അതായത് ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഞാനിങ്ങനെ ജസ്റ്റ് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഡാർക്ക് സർക്കിൾസ് വന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പ്രായം കൂടുതലായിട്ട് തോന്നിക്കും, അതായത് നമ്മൾ പെട്ടെന്ന് കിളവിയാന്ന് തോന്നും. അതാണ് ഒരു പ്രശ്നം കേട്ടോ. പിന്നെ ഇതൊക്കെ മാക്സിമം നമുക്ക് വെള്ളം കുടിക്കുക, അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പകുതി പ്രശ്നങ്ങൾ മാറി കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ പോലെ ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, മാക്സിമം ഒരു 10-12 ഗ്ലാസ്, അതും പൊട്ടൊരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സമയവും പോവില്ല. അങ്ങനെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫേസൊക്കെ പോയി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച 3 മെത്തേഡും എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ പറയണ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്നാമത്തെ പാക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോക്ക് ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.